ഹലോ ഓൾ, ഞാൻ ഡോക്ടർ ദിവ്യ, തരുണി ആയുർവേദ വുമൺ വെൽനസ് ക്ലിനിക്, കണ്ണൂർ. ഭംഗിയും ആരോഗ്യമുള്ള തലമുടി ആഗ്രഹിക്കാത്തവരായി നമ്മുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. ആരോഗ്യമുള്ള തലമുടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. കൗമാരപ്രായത്തിലുള്ളവർ മുതൽ പ്രായമായവർ വരെ തലമുടിയുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ശ്രദ്ധാലുക്കളാണ്. തലമുടിയുടെ ആരോഗ്യം എന്നത് വെറും ബാഹ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊണ്ട് മാത്രം നിലനിർത്താൻ പറ്റുന്ന ഒന്നല്ല. ഒരു ഹെയർ കെയർ റൊട്ടീൻ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹോട്ട് ഓയിൽ മസാജ്. ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു എണ്ണ, മുടി വളരാൻ സഹായിക്കുന്ന തരത്തിലുള്ള എണ്ണ ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ചൂടാക്കി നിങ്ങൾക്ക് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് കൈവിരലുകൾ വെച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടണിലാക്കിയോ ഇത് തലയോട്ടിയിൽ പുരട്ടുക. അതിനുശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയെങ്കിലും തലയോട്ടി മസാജ് കൊടുക്കുക. ഇത് സ്വന്തം കൈവിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കണം. സമയമില്ലാത്ത കാലത്ത് നമ്മൾ ഒഴിവാക്കിവിടുന്ന ഇത്തരം ചര്യകൾ കൊണ്ട് ഉണ്ടാവുന്നത് ഒരുപാട് ദോഷങ്ങളാണ്. അതിനാൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് അഥവാ എണ്ണ ചൂടാക്കി തലയിൽ മസാജ് ചെയ്യുന്ന. രണ്ടാമത്തെ സ്റ്റെപ്പായി പറയുന്നത് മുടിവാരലാണ്. ഈ മുടിവാരൽ എന്നത് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല, അതൊരു സ്റ്റെപ്പായി തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നതിന് കാരണം തലയോട്ടിയിലെ അഥവാ നമ്മുടെ സ്കാൽപ്പിലുള്ള രക്തയോട്ടം കൂട്ടാൻ ശരിയായ വിധത്തിലുള്ള മുടിവാരൽ സഹായകരമാണ്. ഒരു 5-8 മിനിറ്റ് എടുത്ത് തലയോട്ടിയിലെ ചർമ്മത്തിന് സർക്കുലേഷൻ കൂട്ടുന്ന വിധത്തിൽ തന്നെ മുടി വാരേണ്ടത്. അടുത്തതായി പറയുന്നത് ക്ലെൻസിങ് അഥവാ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുടി ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും കഴുകി വൃത്തിയാക്കിയിരിക്കണം. കൂടുതൽ വിയർപ്പുള്ള നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഡെയിലി തലമുടി കുളിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും കൂടുതൽ മുടി പൊഴിയുന്ന ആൾക്കാരിൽ ആഴ്ചയിൽ 2-3 തവണ എന്ന നിലയിലേക്ക് തലമുടി കഴുകുന്നത് കുറക്കാവുന്നതാണ്. ഇത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ചെമ്പരത്തി താളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആയുർവേദത്തിൽ നിരവധി ഷാമ്പുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ പാരബിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പാരബിനുകളും സൾഫേറ്റുകളും അടങ്ങിയിരിക്കുന്ന ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാനും കൂടുതൽ ഡ്രൈ ആവാനും ഇടയാവുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ഒരിക്കലും കൂടുതൽ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് തല കുളിക്കാൻ പാടില്ല. കൂടുതലായിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് തലയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡ്രയേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുക. അല്ലാതെ ഡെയിലി ഡ്രയർ ഉപയോഗിക്കുന്നത് തലമുടി പൊഴിയാനും പൊട്ടിപ്പോകാനും ഇടയാക്കും. ഈ സാഹചര്യത്തിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നവരും ഹോട്ട് സ്റ്റൈലിംഗ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. അതൊരിക്കലും വേണ്ട എന്നുള്ളതല്ല. സാഹചര്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അവരുടെ സലൂണിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടി വരും. ആഫ്റ്റർ കെയർ ട്രീറ്റ്മെന്റ്സ് അവർ പറയുന്ന പ്രകാരം തന്നെ ഷാമ്പു, കണ്ടീഷണർ, ഹെയർ സിറം തുടങ്ങിയവ മറക്കാതെ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതിരുന്നാൽ ഹെയർ ഫോൾ, ഹെയർ പൊട്ടിപ്പോകുക തുടങ്ങിയവ ഉണ്ടാകും. ഇനി അടുത്തതായി ആഴ്ചയിൽ ഒരു ഹെയർ പാക്ക് ശീലമാക്കുന്നത് മുടിയുടെ സ്വാഭാവികതയെ നിലനിർത്താനും കൂടുതൽ പൊഴിയാതിരിക്കാനും സഹായകരമാകും. ഇതിൽ ഓരോ ആളുടെ മുടിയുടെ ഘടന അനുസരിച്ച് വ്യത്യസ്തങ്ങളായ പാക്കുകൾ ഉണ്ടാക്കാവുന്നതാണ്. നല്ലവണ്ണം മുടി പൊഴിയുക എന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് കയ്യൊന്നി, കറിവേപ്പില, നെല്ലിക്ക തുടങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തി ഹെയർ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൽ കയ്യോന്നിയാദി തൈലം, നീലിഭൃംഗാദി തൈലം തുടങ്ങിയ തൈലങ്ങളും ഉപയോഗിക്കാം. മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്ത് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി 40 തൊട്ട് 45 മിനിറ്റ് വരെ തലയിൽ വെക്കാവുന്നതാണ്. മുടി പൊഴിയുന്ന പ്രശ്നമാണെങ്കിൽ നെല്ലിക്ക, കറിവേപ്പില, നീലയമരി, ബ്രഹ്മി തുടങ്ങിയവ ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകൾ ഉണ്ടാക്കാം. ഇതിൽ മുട്ടയുടെ വെള്ളയും കൂടി ചേർക്കാവുന്നതാണ്. അലോവേര ജെൽ ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകൾ അരമണിക്കൂർ തൊട്ട് 40 മിനിറ്റ് വരെ തലയിൽ അപ്ലൈ ചെയ്ത് അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ്. താരനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല ചേർക്കാം, ഇരട്ടി മധുരം ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. മുടിയുടെ ആരോഗ്യം എന്നത് ഒരിക്കലും പുറമേ ചെയ്യുന്ന പരിചരണങ്ങൾ കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല. പുറമേ ചെയ്യുന്ന പരിചരണങ്ങളോടൊപ്പം തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങളും ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ആഹാരങ്ങളും മറ്റു വൈറ്റമിനുകൾ അടങ്ങിയ ആഹാരങ്ങളും നിർബന്ധമായും
ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതും രക്തവർദ്ധനവിന് സഹായിക്കുന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾ, കാരറ്റ്, ഡേറ്റ്സ്, എള്ള്, മുട്ട, ചെറിയ ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ബദാം, അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നട്ട്സ് ഇവയൊക്കെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മുടിയുടെ ആരോഗ്യം എന്നാൽ ഒരിക്കലും പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരത്തെയും കൂടി ആശ്രയിച്ച്. പ്രോട്ടീൻ, അയൺ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യത്തിന് സഹായകരമായിട്ടുള്ള ആഹാരങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നത് കൂടുതലായും മാംസങ്ങളിലൂടെയും മറ്റു പയറുവർഗ്ഗങ്ങളിലൂടെയുമാണ്. അപ്പോൾ ഇവ നിർബന്ധമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ കാരറ്റ്, ഡേറ്റ്സ്, അയൺ അടങ്ങിയിട്ടുള്ള മറ്റു ആഹാരങ്ങൾ ഇവയൊക്കെ നിർബന്ധമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ കൂടുതലായി നെല്ലിക്ക തുടങ്ങിയ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നട്ട്സുകൾ, അണ്ടിപ്പരിപ്പ്, ബദാം തുടങ്ങിയ നട്ട്സ് ഒരു നിശ്ചിത അളവിൽ ശരീരത്തിൽ ലഭിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് സഹായകരമാണ്. പാലും പാലുൽപ്പന്നങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം.